പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 5ാമത്തെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏകദേശം കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ ചാനലിലെ പ്ലേലിസ്റ്റിനകത്ത് തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് വ്യക്തമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് അബ്കാരി ഓഫീസർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ സംസാരിച്ചതാണ്. പൊതുവായിട്ട് നമ്മൾ എക്സൈസ് കമ്മീഷണറിനെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പൊതുവേ നമ്മൾ ആരെയാണ് അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്? എക്സൈസ് കമ്മീഷണറിനെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷേ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ച് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായിട്ട് നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്കാരി ഓഫീസർ എന്ന് പറയാനായിട്ട് കഴിയും. അതും നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പം നിലവിൽ നമ്മുടെ സിവിൽ എക്സൈസിന്റെ കേസ് ഒഴിച്ചിട്ട് നമ്മുടെ പോലീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ ഒരിക്കലും അബ്കാരി ഓഫീസർ അല്ല. പക്ഷേ സബ് ഇൻസ്പെക്ടർ ആരാണ്? അബ്കാരി ഓഫീസറാണ്. എന്നാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ ആരാണ്? ഒരു അബ്കാരി ഓഫീസറാണ് കേട്ടോ. കാര്യം എന്താണ്? പുള്ളിക്കാരന് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാനായിട്ട് നിയമപരമായിട്ട് നിയോഗിക്കപ്പെട്ട അധികാരങ്ങൾ ആർക്കുണ്ട്? എക്സൈസ് ഓഫീസർ മുതലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ്? എക്സൈസ് കമ്മീഷണറിനെ മാത്രമല്ല നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ തൊട്ട് എല്ലാവരും ആയത് തന്നെയാണ് അബ്കാരി ഓഫീസർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആരാണ് അബ്കാരി ഓഫീസർ? പൊതുവായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് എക്സൈസ് കമ്മീഷണറിനെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്നറിയപ്പെടുന്നത്. പക്ഷേ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ചുകൊണ്ട് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായിട്ട് നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും നമ്മൾ എന്താണ് പറയുന്നത്? അബ്കാരി ഓഫീസർ എന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ എക്സൈസിൻ്റെയും അതുപോലെ തന്നെ ഫയർമാൻ്റെയൊക്കെ ക്ലാസ്സുകൾ എടുത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ക്ലാസ്സുകളുടെയൊക്കെ എന്താണ് ഈ നോട്ടുകൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ കൊടുക്കുന്ന ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് 100 രൂപയാണ് പേയ്മെന്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസിന് 100 രൂപയാണ്, അതുപോലെ തന്നെ ഫയർമാനും ഫയർവുമനും 100 രൂപയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? 200 രൂപ ഈ നമ്പറിലേക്ക് തന്നെ, സെയിം നമ്പർ തന്നെയാണ്, ആ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് ആ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക? സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യാൻ നേരത്തെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? എക്സൈസ് ആണെങ്കിൽ എക്സൈസ് എന്ന് ടൈപ്പ് ചെയ്യുക, ഫയർമാൻ ആണെങ്കിൽ ഫയർമാൻ എന്ന് ടൈപ്പ് ചെയ്യുക, രണ്ടും വേണമെങ്കിൽ എക്സൈസ് ആൻഡ് ഫയർമാൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ നമ്പറിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനൊക്കെ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ആയിരിക്കും അതിനകത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ മദ്യത്തിന്റെ കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി, ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ എന്ന് പറയുമ്പോൾ, ലിക്വർ എന്ന് പറയുന്ന മദ്യത്തിന്റെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാൻസ്മിറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ മദ്യത്തിന്റെ കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി, മദ്യത്തിന്റെ കടത്തൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 6 ആണെന്ന് അറിഞ്ഞിരിക്കുക. എത്രയാണ്? അബ്കാരി ആക്ടിലെ ഏത് സെക്ഷനാണ് നമ്മുടെ ഈ പറയുന്ന മദ്യത്തിന്റെ കയറ്റുമതി, മദ്യത്തിന്റെ ഇറക്കുമതി, അതുപോലെ തന്നെ മദ്യത്തിന്റെ കടത്തലിനെ കുറിച്ചൊക്കെ പറയുന്നത് ഏത് അബ്കാരി ആക്ട്? ഈ പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? അബ്കാരി ആക്ട് 1077 സെക്ഷൻ 6 ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഈ സെക്ഷൻ 6-നകത്ത് പറയുന്നത്? മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 6 ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയോ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ കടത്താനോ പാടില്ല എന്ന് പറയുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 6 ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, തെറ്റിക്കരുത്, മറക്കരുത്. സെറ്റല്ലേ?
ഓക്കെ, അപ്പൊ അബ്കാരി ആക്ടിലെ സെക്ഷൻ 6 കുറിച്ച് മനസ്സിലായല്ലോ. എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയോ ഗവൺമെന്റിന്റെയോ അനുമതിയോ അംഗീകാരവും ഇല്ലാതെ ഒരു കാരണവശാലും മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ കടത്താനോ പാടില്ല എന്ന് പറയുന്നതാണ് അബ്കാരി ആക്ടിൽ ഈ പറയുന്ന സെക്ഷൻ 6. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് തന്നെ കിടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7 എന്താണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സെക്ഷൻ 7 കാര്യം നോക്കാം. മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുതെന്നനുസരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 7 അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ മറ്റതിന്റെ കേസ് എന്താണ് പറയുന്നത്? 6 എന്താണ് പറയുന്നത്? മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? അബ്കാരി ആക്ടിലെ സെക്ഷൻ 6 പറയുന്നത്. എന്നാൽ 7 എന്താണ് പറയുന്നത്? അത് കയറ്റുമതി ചെയ്യരുത് എന്നാണ് എന്ത് ചെയ്യുന്നത്? 7 പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 6 എന്നാൽ മദ്യമോ മറ്റ് ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുടെയോ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 7 അറിഞ്ഞിരിക്കുക. അപ്പൊ 6 ഇറക്കുമതി ചെയ്യരുതെന്ന് പറയുന്നു, 7 എന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യരുതെന്ന് പറയുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി നമ്മൾ ഈ താഴോട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, അതിന്റെ കടത്തലിനെ കുറിച്ചാണ്. അതിൽ ഈ പറയുന്ന ഇറക്കുമതിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 6 നമ്മൾ പറഞ്ഞു. കയറ്റുമതിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 7 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, അതിന്റെ വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 8 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചാരായം നിർമ്മിക്കുന്നവർക്ക് 8ന്റെ പണി കൊടുക്കുക, അതാണ് ഈ സെക്ഷൻ 8ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ പഠിച്ചാലും മതിയാവും. അപ്പോൾ ചാരായ നിർമ്മാണം, അതിന്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 8 അറിഞ്ഞിരിക്കുക. അപ്പൊ 6 എന്താണ് പറയുന്നത്? 6 ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ പറയുന്ന സർക്കാരിന്റെയോ അനുമതി ഇല്ലാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് സെക്ഷൻ 6 പറയുന്നുണ്ട്. അടുത്ത സെക്ഷൻ 7 എന്താണ് പറയുന്നത്? കയറ്റുമതി ചെയ്യരുത് എന്ന് 7 പറയുന്നത്. 8 എന്താണ് പറയുന്നത്? ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 8. സെറ്റ് അല്ലേ? ഈ 3 സെക്ഷനും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് നോക്കേണ്ടത് അബ്കാരി ആക്ട് സെക്ഷൻ 8 എന്താണ് പറയുന്നത് എന്നാണ്. നോക്കാം. ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ എന്തില്ല? കുപ്പിയിലാക്കി വിൽക്കാനോ പെർമിറ്റ് ഇല്ലാതെ കടത്താനോ അനുമതിയില്ല. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? നമ്മൾ പെർമിറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോ 8 ആക്ച്വലി 8 എന്താണ് പറയുന്നത്? ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി എന്നിവയുടെ കൈവശം വയ്ക്കൽ എന്നിവയുടെ നിരോധനം. എന്നാൽ 8 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ വിൽക്കാനോ എന്തില്ല? പെർമിറ്റ് ഇല്ലാതെ കടത്താനോ ഉള്ള അനുമതി ഇല്ല. അപ്പോൾ ഒരു വ്യക്തിക്കും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ എന്തില്ല? പെർമിറ്റ് ഇല്ലാതെ അനുമതി ഇല്ല എന്ന് പറയുന്നത് സെക്ഷൻ 8 അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നമുക്ക് നോക്കേണ്ടത് 8(2) എന്താണെന്നാണ്. അപ്പൊ 8(2) എന്താണ് പറയുന്നത്? 8(1) പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം പ്രവർത്തികൾ ചെയ്താൽ ആ വ്യക്തിക്ക് എത്ര വർഷമാണ്? 10 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ കുറയാത്ത പിഴയോ ശിക്ഷയായിട്ട് വിധിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പറയും പോലെ അനുമതിയില്ലാതെ ആരെങ്കിലും ചാരായം നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ സംഭരിക്കുകയോ കുപ്പിയിലാക്കി വിൽക്കുകയോ പെർമിറ്റ് ഇല്ലാതെ കടത്തുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ശിക്ഷ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ 8(2) ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ 10 വർഷം വരെ തടവ് കൂടാതെ 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാനുള്ള ചാൻസ് ഉള്ളതാണ് എന്താണ് ഈ പറയുന്ന 8(1) എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സെക്ഷൻസ് ഒന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച സെക്ഷൻസ് ഒന്നും കൂടി നോക്കാം. അബ്കാരി ഓഫീസർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സാധാരണയായിട്ട് എക്സൈസ് ഓഫീസറിനെ, എക്സൈസ് കമ്മീഷണറിനെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷേ സെക്ഷൻ 4 അല്ലെങ്കിൽ 5 അനുസരിച്ചിട്ട് ഈ പദവിയുടെ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായിട്ട് നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെ നമുക്ക് വേണമെങ്കിൽ അബ്കാരി ഓഫീസർ എന്ന് പറയാനായിട്ട് കഴിയും.
അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ട്, അബ്കാരി ഓഫീസറായിട്ടുള്ള അധികാരവും കൈവശമുണ്ട്. മാത്രമല്ല മദ്യത്തിന്റെ കയറ്റുമതി അതുപോലെ തന്നെ ഇറക്കുമതി, അതിന്റെ കടത്തലിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ മദ്യത്തിന്റെ ഇറക്കുമതിയെ കുറിച്ച് പരാമർശിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 6 ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മദ്യത്തിന്റെ കയറ്റുമതിയെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 7 ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, 8 എന്താണ് പറയുന്നത്, ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ എന്നിവയെ കുറിച്ച് പരാമർശിക്കുന്ന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്നതും അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 8 ആണ്. 8 എന്താണ് പറയുന്നത്, ഈ പറയുന്ന ഒരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല, ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ അത് വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പാടില്ല എന്ന് പറയുന്നത് 8 ആണ്. 8 പറയുന്നത് എന്താണ്, ഈ 8 പറയുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ചാരായം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ അനുമതി ഇല്ലാതെ കുപ്പിയിലാക്കി വിൽക്കുകയൊക്കെ ചെയ്താൽ പുള്ളിക്കാരനെ 10 വർഷം വരെ ശിക്ഷിക്കാനും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയോ ശിക്ഷയായിട്ട് വിധിക്കാവുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 10 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ ഏതെങ്കിലും ഒന്നാണ്. ഒന്നിൽ 10 വർഷം വരെ തടവ് കൊടുക്കും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴ കൊടുക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 9. എന്താണ് പറയുന്നത്, മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 9 ആണെന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്, അത് സെക്ഷൻ 9 ആണ്. വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്, ചോദിച്ചിട്ടുള്ളതാണ്. മദ്യം കടത്തുന്നത് നിരോധിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 9 ആണെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കുക, അബ്കാരി ആക്ടിലെ ഈ പറയുന്ന സെക്ഷൻ 9 പ്രതിപാദിക്കുന്ന ആക്ച്വലി എന്താണ്, മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിക്കേണ്ടത് ആണ് എന്ന് പറയുന്നത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 ആണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മദ്യം നിരോധിക്കുക അല്ലെങ്കിൽ മദ്യക്കടത്ത് നിരോധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറയുന്ന സെക്ഷൻ 9 പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് തന്നെയാണ് പറയുന്നത്, മദ്യമോ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായി പുറപ്പെടുവിക്കേണ്ടതാണ് എന്ന് പറയുന്നത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 ആണ്. മാത്രമല്ല മദ്യത്തിന്റെയോ മറ്റു ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് എന്ന് പറയുന്നത് സെക്ഷൻ 10 കേട്ടോ. വളരെ പ്രധാനപ്പെട്ട 2 സെക്ഷനാണ്. മദ്യക്കടത്ത് നിരോധിക്കുന്നത് സെക്ഷൻ 9 മദ്യം ഏതൊക്കെ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കടത്താമെന്ന് പറയുന്നത് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 10 വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ സെക്ഷൻ 10 പ്രകാരം എന്താണ് പറയുന്നത്, സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കടത്താൻ പാടില്ല. 1ാമത്തെ പോയിന്റ്, സർക്കാർ വിജ്ഞാപനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സാധനം കള്ള് ഇത്ര കടത്താം, അല്ലെങ്കിൽ ബാക്കി പറയുന്ന ബിയർ ഇത്ര കടത്താം, ബാക്കിയുള്ള സാധനങ്ങൾ ഇത്ര കടത്താം. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കടത്താൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 10 ആണെന്ന് അറിഞ്ഞിരിക്കുക. മാത്രമല്ല പ്രസ്തുത വിജ്ഞാപന പ്രകാരം സർക്കാർ കാലാനുസൃതമായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന വിജ്ഞാപനം എന്ന് വെച്ചാൽ ഈ പറയുന്ന മദ്യത്തിന്റെ അളവിനെ കുറിച്ച് സർക്കാർ എന്ത് ചെയ്യുന്നു, കാലാനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാണ്. മാത്രമല്ല ഈ വിജ്ഞാപനം സംസ്ഥാനം മുഴുവനായോ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായോ ബാധിക്കാവുന്നതാണ്. അത് സർക്കാരിന്റെ ഇഷ്ടമാണ്. ഒന്നിലെ ഈ പറയുന്ന വിജ്ഞാപനം എന്ന് വെച്ചാൽ ഈ പറയുന്ന മദ്യത്തിന്റെ ക്വാണ്ടിറ്റി ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ ഇത്ര കടത്താവൂ, അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സർക്കാരിന് പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. മാത്രമല്ല സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റിന്മേൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതും സെക്ഷൻ 10 അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 10 പറയുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 കണ്ടീഷൻ? ഒന്നെന്ന് പറയുന്നത് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ കടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന വിജ്ഞാപനം സർക്കാർ എന്ത് ചെയ്യണം, കാലാനുസൃതമായിട്ട് പുറപ്പെടുവിക്കണം. കൂടാതെ ഇത് പുതുക്കണം. മാത്രമല്ല ഇത് ഒന്നിൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രം ബാധകമാണ്, അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഇത് ബാധകമാക്കാനായിട്ട് കഴിയും. മാത്രമല്ല സർക്കാർ അനുവദിക്കുന്ന പെർമിറ്റിന്മേൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ കടത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നതും സെക്ഷൻ 10 ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിന്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈൻഡ് ആവും. മാത്രമല്ല ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഒരിക്കൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, എക്സൈസ് കമ്മീഷണർ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. സെക്ഷൻ 6 എന്താണ് പറയുന്നത്, ഇറക്കുമതി നിരോധിക്കുന്നു. 7 പറയുന്നത് എന്താണ്, കയറ്റുമതി അനുമതി കൂടാതെ ചെയ്യാനായിട്ട് പാടില്ല, ഇറക്കുമതി അനുമതി കൂടാതെ ചെയ്യാനായിട്ട് പാടില്ല.
പിന്നെ പറയുന്നത് 8 എന്താണെന്ന് പറയുന്നത് ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, സംഭരണം, കൈവശം വയ്ക്കൽ നിരോധനത്തെക്കുറിച്ച് 8 പറയുന്നു. 8 എന്ത് പറയുന്നു? ഒരു വ്യക്തിയും ചാരായം നിർമ്മിക്കാനോ കൈവശം വയ്ക്കാനോ വിതരണം ചെയ്യാനോ സംഭരിക്കാനോ കുപ്പിയിലാക്കി വിൽക്കാനോ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 8 സെക്ഷൻ 8 എന്താണ് പറയുന്നത്? ഈ 8 പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ചാരായം നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ കുപ്പിയിലാക്കി വിൽക്കുകയോ ചെയ്താൽ ഒന്നിൽ അവനെ 10 വർഷം പിടിച്ചകത്തിടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ പിഴയായിട്ട് 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴ എന്ത് ചെയ്യും? ആ പുള്ളിക്കാരൻ കൊടുക്കുന്നതാണ്. മാത്രമല്ല മദ്യക്കടത്ത് നിരോധിക്കുന്ന നിയമം ചോദിച്ചാൽ അത് സെക്ഷൻ 9 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 എന്താണ് പറയുന്നത്? മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിക്കേണ്ടതാണെന്ന് പറയുന്നത് സെക്ഷൻ 9 മദ്യത്തിന്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണെന്ന് പറയുന്നത് സെക്ഷൻ 10 ഈ 10 പറയുന്നതാണ് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിപ്പിച്ച അളവിൽ കൂടുതൽ മദ്യമോ മറ്റ് സാധനങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല? കടത്താൻ പാടില്ല. പ്രസ്തുത വിജ്ഞാപനം സർക്കാർ എന്ത് ചെയ്യണം? കാലാനുസൃതമായിട്ട് മാറ്റണം. ഒന്നിലത് ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഇത് ബാധകമാക്കാനായിട്ട് കഴിയും. കൂടാതെ സർക്കാർ അനുവദിക്കാത്ത പെർമിറ്റിന്മേൽ ഇത്തരം വസ്തുക്കൾ കടത്താനായിട്ട് സാധിക്കുകയില്ല. സർക്കാരിന്റെ അനുവാദമുണ്ട്, പെർമിറ്റ് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, കടത്താനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൻ 10 അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോ ക്ലാസ്സിലും കുറച്ച് സെഷൻസ് നമുക്ക് പഠിക്കാം. ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, മാക്സിമം എല്ലാവരും എക്സൈസിനും ഫയർമാൻ്റെയും ക്ലാസ്സുകൾ രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ബെനിഫിറ്റ്സ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ 100 രൂപയാണ് പേയ്മെന്റ്. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക, 9961116927. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പറിൽ തന്നെ ജിപേ ചെയ്യുക അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക? പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.